മറൈൻ ഡ്രൈവിൽ പ്രതിഷേധം അലയടിക്കുമ്പോൾ ലോ കോളേജിന് മുന്നിലെത്തുക സമരക്കാർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. പരസ്പരം ആലിംഗനം ചെയ്ത് കടവന്ത്രയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമാണ് അവരുടെ മുന്നിലുണ്ടായത്. പ്രതിഷേധക്കാരുടെ കയ്യിലെത്തും മുമ്പ്, പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കും മുമ്പ് പരസ്പരം കെട്ടിപ്പുണരുക, ഉമ്മ വെക്കുക, സദാചാര പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കുക. ലോ കോളേജ് സമരവേദിയാക്കിയാൽ സംരക്ഷണം നൽകാമെന്ന് പോലീസ് അറിയിച്ചു. 2 പേർ അടങ്ങുന്ന ടീമായി ലോ കോളേജിലേക്ക് യാത്ര തുടങ്ങിയ രശ്മി ആർ നായരും തിരുവനന്തപുരത്ത് സദാചാര പോലീസിനിരയായ സനയും അടങ്ങുന്ന ടീമിൽ ഇന്ത്യ വിഷനും സഞ്ചരിച്ചു. രഹസ്യ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിൽ ആരോ നുഴഞ്ഞുകയറിയതായും വഴിതെറ്റിക്കുന്ന പോസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതായും അറിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് ജയ് വിളിച്ചായിരുന്നു ഒരു പോസ്റ്റ്. പരസ്യ ചുംബനത്തിനു ശേഷം മറൈൻ ഡ്രൈവ് വൃത്തിയാക്കുമെന്ന പോസ്റ്റ് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. 4:30 വിവിധ ഭാഗത്തു നിന്നെത്തിയവർ ലോ കോളേജിന് മുന്നിൽ കൂടി. 300 മീറ്റർ അകലെ പ്രതിഷേധ പ്രകടനം നടത്തിയവർ ഇതൊന്നും അറിഞ്ഞതേയില്ല. ലോ കോളേജിന് മുന്നിൽ കിസ് ഓഫ് ലോ പ്രവർത്തകർ എത്തുമെന്ന് അറിയാവുന്നതിനാൽ DCP നിശാന്തിനിയുടെ നേതൃത്വത്തിൽ വലിയ സംഘം പോലീസ് ഇവരെ കാത്തുനിന്നു. മുദ്രാവാക്യം മുഴക്കി തുടങ്ങിയപ്പോഴേക്കും പോലീസ് അറസ്റ്റ് ആരംഭിച്ചു. ഇതിനിടയിൽ എല്ലാ വിലക്കുകളെയും മറികടന്ന് പരസ്പരം ഉമ്മ വച്ചു. എല്ലാവരെയും 2 പോലീസ് വാഹനങ്ങളിലായി സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഒരു വശത്ത് ചുംബന സമരക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ വടികളുമായി നിയമം കയ്യിലെടുത്തവർക്ക് പോലീസ് സംരക്ഷണം നൽകിയത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി മാറി. കണ്ടാലറിയാവുന്ന 1000 പേർക്കെതിരെ കേസെടുത്ത തടി തപ്പാനാണ് പോലീസിന്റെ ശ്രമം. മുൻകരുതൽ എന്ന തരത്തിലാണ് ചുംബന സമരത്തിൽ ഏർപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. സമയം രാത്രിയായി. ഇവരെ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചിട്ടില്ല. ആക്രമിക്കാനെത്തിയവർ സുരക്ഷിതരായി വീടുകളിലെത്തി. ചുംബന സമരത്തിനെത്തിയവർ ഇപ്പോഴും പോലീസ് സ്റ്റേഷന്റെ തടവിൽ കഴിയുന്നു. കൊച്ചിയിൽ നടന്ന ചുംബന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തെലങ്കാനയിലും ഡൽഹിയിലും കണ്ണൂരും കോഴിക്കോട്ടും തൃശൂരും പരസ്യ ചുംബനം നടന്നു. പലരും സെൽഫിയെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. സമരത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചത് തേവര പോലീസ് സ്റ്റേഷനിലായിരുന്നു. പാട്ടുപാടിയും മുദ്രാവാക്യം വിളിച്ചും പരസ്യ ചുംബനക്കാർ ഇവിടെ കളം നിറഞ്ഞു. സദാചാര പോലീസ് മാത്രമല്ല, കേരള പോലീസും ഇവരുടെ മുന്നിൽ കുഴങ്ങി. ഒടുവിൽ രാത്രി 8:45 കിസ് ഓഫ് ലവ് പ്രവർത്തകർ മോചിതരായി. സ്നേഹമെന്ന് പറയുന്നു. സ്നേഹം എന്താണ്? സ്നേഹമെന്ന് പറഞ്ഞത് ചുംബനം കൊണ്ട് മാത്രമല്ല സ്നേഹം പ്രകടിപ്പിക്കുന്നത്, ഇല്ലേ? മുഴുവൻ ആൾക്കാരെയും കൂട്ടിയായിരുന്നെങ്കിൽ നമ്മളൊക്കെ പോകുമായിരുന്നു. ചിലപ്പോൾ നമുക്കും പ്രതികരിക്കാൻ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ, ഇതല്ലെങ്കിൽ ഒത്തിരി അധികം ആൾക്കാർ പ്രതികരിക്കാൻ പോയാനായിരുന്നു. നമ്മുടെ ചെറുപ്പക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആ പണ്ടുള്ള ചെറുപ്പക്കാർ നല്ല വഴിക്ക് പോകുന്നതിന് വേണ്ടി ചില മാർഗദർശികൾ മുമ്പിലുണ്ടായിരുന്നു. ഇന്ന് ആ മാർഗദർശികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കാണേണ്ടി വരുന്നത്. നമ്മുടെ വീട്ടിലെ അമ്മമാരും പെങ്ങന്മാരും അല്ലെങ്കിൽ അമ്മൂമ്മമാരും ഒക്കെ ഇതിനെ സ്നേഹിക്കുന്നില്ല. പാശ്ചാത്യ നാടുകളിൽ ചുംബിക്കുന്നത് സെക്സിന് വേണ്ടി മാത്രമല്ല. അമ്മ മകനെ ചുംബിക്കുന്നു. ഒരു പ്രധാന നടിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുമ്പോൾ ഡയറക്ടർ അവളെ ചുംബിക്കുന്നു. സ്നേഹം കൊണ്ട് അല്ല, സെക്സ് അല്ല. ആ തരത്തിലാണ് ഇതിനെ വീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിലെ ആൾക്കാർ, ഭാരതീയർ അതുപോലെ ഇതിനെ വീക്ഷിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. 2 പേർ ഉമ്മ നൽകിയെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന നിലപാടാണ് കിസ് ഓഫ് ലവ് സ്വീകരിച്ചത്.
പലരും ചോദിച്ചൊരു ചോദ്യമാണ്, യുവാക്കൾക്ക് എന്ത് സമര പാരമ്പര്യമാണുള്ളത്, നിങ്ങൾ മറ്റ് ജനകീയ സമരങ്ങൾ ആദിവാസി ഇതിനൊക്കെ എന്തും പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ രാഹുലും രശ്മി അതുപോലെ ഫർമീസ് ഉൾപ്പെടെ പല പല രംഗങ്ങളിൽ പല മേഖലകളിൽ അവരെ കണ്ടാവുന്ന രീതിയിലും അതിനപ്പുറവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഓൺലൈൻ ആക്ടിവിസം ഒരു വലിയ കാര്യം തന്നെയാണ്. എല്ലാവരും ഇത് ലൈവായിട്ടാണ് കണ്ടത്. സദാചാര പോലീസിൻ്റെ അറ്റാക്ക് ആൾക്കാർ ലൈവായിട്ടാണ് കണ്ടത്. അത് ഞങ്ങളുടെ വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. 100% വിജയമാണ്. കാരണം ഒരു സമരം വിജയമാകുന്നത് അത് പ്രചരിപ്പിക്കുന്ന ആശയം അല്ലെ ആദർശം അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ, ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചുവെന്നും കേരളത്തിൻ്റെ പൊതുസമൂഹം അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പൊതുസമൂഹം ലോകമനസാക്ഷി അതെല്ലാം മനസ്സിലാക്കിയെന്നോ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാൻ ആരംഭിച്ചതെന്നോ എന്ന് അർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സമരം 100% വിജയമാണ്. ആദ്യം തീരുമാനിച്ചതുപോലെ പ്രത്യേകം തയ്യാറാക്കിയ ടീഷർട്ട് ധരിക്കാനോ എല്ലാവരെയും സമരവേദിയിൽ എത്തിക്കാനോ കിസ് ഓഫ് ലവ് പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല. എത്തിയ 35 പേർക്ക് ഒറ്റ മനസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചുംബനം കൊണ്ട് തകരുന്ന സംസ്കാരമാണെങ്കിൽ ആ സംസ്കാരം തകർന്നു പോകട്ടെ എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം മുതൽ സ്വയംഭരണത്തിനുള്ള അവകാശം വരെ സമരം ചെയ്ത് നേടിയെടുത്ത് പാരമ്പര്യമുള്ളൊരു നാടാണ് കേരളം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്ന ജനാധിപത്യം പുലരുന്ന ഈ നാട്ടിൽ സ്നേഹപ്രകടനം ഒളിയിടങ്ങളിൽ മാത്രം മതിയോ എന്ന് കേരളം ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച അടുത്ത വിഷയവുമായി കാണാം. നമസ്കാരം.